കഴിഞ്ഞ ദിവസങ്ങളിലായി മാറഞ്ചേരി പഞ്ചായത്ത് ഉൾപ്പെടെ പൊന്നാനി താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിലായി വിതരണം ചെയ്യപ്പെട്ട തേനമൃതിന്റെ പാക്കറ്റുകളാണത്. ഈ പാക്കറ്റുകളിൽ വളരെ വ്യക്തമായ രീതിയിൽ ഒരു കൃത്രിമത്വം നടന്നിരിക്കുന്നു. ഇത് കുട്ടികൾക്ക് യാതൊരു നിലക്കും കഴിക്കാൻ കൊള്ളാത്ത അവസ്ഥയിലുള്ള ഭക്ഷ്യവസ്തുവാണ് വിതരണം ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ പ്രകടമായ തെളിവുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, ഏതൊരു ഭക്ഷ്യവസ്തുവും വിതരണം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നിർമ്മാണ സമയവും അതിൻ്റെ എക്സ്പയറി ഡേറ്റും ഒക്കെ അതിനകത്ത് രേഖപ്പെടുത്തണമെന്നുണ്ട്. ഇതിലും അത്തരത്തിൽ മാനുഫാക്ചറിംഗ് ഡേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് എല്ലാ പാക്കറ്റുകളിൽ നിന്നും ഇത് കൃത്യമായി പറയുന്ന സമയത്ത്, ഞാൻ ഈ വാർത്ത വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിരവധി പാക്കറ്റുകളാണ് നമുക്ക് മുമ്പിലുള്ളത്. പഞ്ചായത്തിന്റെ വിവിധ അംഗനവാടികളിൽ നിന്നും വിതരണം ചെയ്ത നിരവധി പാക്കറ്റുകളാണ് ഈ സമയത്ത് നമ്മളുടെ മുന്നിലുള്ളത്. ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണുന്നത്, ഇതിലെല്ലാം സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കറിയാൻ കഴിയും മാനുഫാക്ചറിംഗ് ഡേറ്റ് എന്ന സ്ഥലത്ത് ഒരു ഡേറ്റ് സ്റ്റാമ്പ് ഉണ്ടായിരുന്നു. ആ ഡേറ്റ് സ്റ്റാമ്പ് വെള്ളം ഉപയോഗിച്ചോ മറ്റോ അത് പൂർണ്ണമായും മാച്ചു കളഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ പാക്കറ്റിൽ പോലും പുതിയ ഡേറ്റ് നമുക്ക് വ്യക്തമല്ലാത്ത രീതിയിൽ ഏതോ ഒരു അക്കം എന്ന രീതിയിൽ ഒരു നമ്പറുള്ള ഒരു മഷി അവിടെ പുരട്ടിയിട്ടുണ്ട്. ഇതാണ് വിതരണം ചെയ്തിട്ടുള്ളത്. ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വസ്തുവാണ് എന്നതിന് മറ്റൊരു കാര്യം കൂടി, ഇത് സാധാരണഗതിയിൽ കഴിക്കാൻ അതിമധുരമുള്ള കടലമിഠായി കഴിക്കുന്ന ലാഘവത്തോടെ കുട്ടികൾ കഴിക്കുന്ന ഒരു വസ്തുവാണ്. എന്നാൽ ഇത്തവണ വിതരണം ചെയ്ത മുഴുവൻ വസ്തുക്കളും വായ്ക്കകത്ത് വെക്കാൻ കൊള്ളാത്ത അത്രയും മോശപ്പെട്ട അവസ്ഥയിലായി കഴിഞ്ഞിട്ടുള്ള മിഠായികളാണ് കുട്ടികൾക്ക് വിതരണം ചെയ്തത്. ഇത് വിതരണം ചെയ്യുന്നത് ആർക്കാണ് എന്നതാണ് ഇതിനേക്കാൾ ഏറ്റവും വലിയ ദുരന്തമായി നമ്മൾ കണ്ടത്. ഇത് ആ അംഗനവാടിക്ക് കീഴിൽ ഏറ്റവും ഒരു നിയമപ്രകാരം അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യ വകുപ്പിന്റെ കണക്ക് പ്രകാരം ആവശ്യത്തിന് ആരോഗ്യമുണ്ടെന്ന ഒരു കുട്ടിക്ക് നമ്മൾ പരിഗണിക്കുന്ന അത്ര പോലും തൂക്കം വരാത്ത കുട്ടികൾക്ക് സ്വാഭാവികമായും ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും. അത്തരം കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് ആയിക്കൊണ്ടും അവരുടെ ആരോഗ്യം പുഷ്ടിപ്പെടുത്തുന്നതിനുമായി വിതരണം ചെയ്യേണ്ട ഭക്ഷ്യവസ്തുവാണിത്. ഇത്രയും ലാഘവത്തോടെയാണ് ഇത്തരത്തിൽ പൂപ്പലുള്ള പല സ്ഥലങ്ങളിലും ലഭ്യമായതിൽ നല്ല രീതിയിൽ ഫംഗസ് ഉണ്ടായിരുന്നു. പൂപ്പലുള്ള ഭക്ഷ്യവസ്തുക്കൾ, കേടുവന്ന ഭക്ഷ്യവസ്തുക്കൾ, പ്രത്യേകിച്ച് അത് ശർക്കര ചേർത്ത ഭക്ഷ്യവസ്തുവാണ്. സ്വാഭാവികമായും ശർക്കരയ്ക്ക് ഉണ്ടാകുന്ന പൂപ്പൽ വയറിനകത്ത് വളരെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു സാധനമാണ്. അത് കുട്ടികൾക്ക് ധാരാളമായി നൽകിയിരിക്കുന്നു. മാറഞ്ചേരി പഞ്ചായത്തിൽ 33 അംഗനവാടികളിലായി 13 കുട്ടികൾക്ക് വിതരണം ചെയ്തു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിധം. ഇതുപോലെ തന്നെ താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള മിഠായികൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് വിതരണം ചെയ്യുന്ന സാധനത്തിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളെ ഡേറ്റ് മാറ്റിക്കൊണ്ടാണ് വിതരണം ചെയ്തിട്ടുള്ളത് എന്നതിന്റെ കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ 360 മലയാളം പുറത്തുവിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഇന്ന് രാവിലെ തൊട്ട്